ബിരിയാണി ഇടക്കാലത്ത് വലിയ വിവാദമായല്ലോ. അതിനകത്ത് ഈ മുസ്ലിം കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ കടന്നു വരുന്നു. എന്താ അതിന്റെ ഒരു ബേസ്? അതെന്താണ് അതൊന്നുമില്ല. അത് ആ ബിരിയാണി എന്ന് പറഞ്ഞ കഥ ഒരാൾ വായിച്ചിട്ട്, ഞാൻ പേരൊന്നും പറഞ്ഞ എല്ലാവർക്കും അറിയാം, അയാൾ വായിച്ചിട്ട് അതിൽ എന്താണെന്ന് വെച്ചാൽ അതിൽ പേരുകൾ മുഴുവൻ മുസ്ലിം പേരുകളാണെന്നും പറഞ്ഞിട്ട് അത് മനഃപൂർവ്വം ഇയാൾക്കൊരു ഇസ്ലാമോഫോബിയ ഉള്ളത് കൊണ്ടാണ് ഇയാൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആളുകളാണ്, കലന്തൻ ഹാജിനെ പോലുള്ള ആളുകളാണ്, ആഡംബരം ബിരിയാണിയും മറ്റേ ദൂർത്തും മറ്റേ 4 കല്യാണവും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ഭയങ്കര ഇങ്ങനെയുള്ള ബിരിയാണി രൂപപ്പെടാൻ നിങ്ങളുണ്ടായ ഒരു അല്ല. ബിരിയാണി രൂപപ്പെടുന്നത് ഒരിക്കലും ഈ മറ്റേ ഞാൻ കാസർഗോഡ് ജീവിച്ച ഒരാളാണ്. കാസർഗോഡ് എഴുതിയത് കൊണ്ടാണ് കാസർഗോഡിലെ കുറെ കഥാപാത്രങ്ങൾ അതിനകത്ത് വരുന്നത്. അതിൽ പ്രത്യേകം പറയുന്നൊരു സാധനമുണ്ട്. ഇതൊക്കെ ഞാൻ കുറെ പറഞ്ഞതാണ്. പ്രത്യേകം പറയുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ബിരിയാണി റൈസ് വരുന്ന സമയത്ത് അവിടെയുള്ള ബസുമതി റൈസ് വരുന്ന സമയത്ത് കലന്തൻ ഹാജി എന്ന് പറയുന്ന ആ വലിയ സമ്പന്നന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള അസൈനാർക്ക് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ മുസ്ലിങ്ങൾ എടുത്ത ചല്ലുപുല്ല് മാപ്പിളാർക്കുള്ള ബിരിയാണി അല്ല, ഇത് ഞങ്ങളെ പോലെ വലിയ ആൾക്കാർക്കുള്ള ബിരിയാണി. അപ്പോൾ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ചല്ലുപുല്ല് മാപ്പിളാർക്കുള്ള എന്ന് പറയുന്നത് ഇത് നോക്കുന്നില്ല ആൾക്കാർ. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ദൂർത്ത് ഒരു ഇതായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സമ്പന്ന വർഗത്തിന്റെ ഒരു ബോധത്തിന്റെ മുകളിലേക്കുള്ള ഒരു പ്രതിരോധം എന്നുള്ള രീതിയിലാണ് ഞാനിത് എഴുത്തിലേക്കും വരാനുള്ള ഒരു അല്ല വരുന്നത്. അത് ഈ നമ്മളിപ്പോ പലപ്പോഴും ഒരു കല്യാണത്തിൽ പങ്കെടുത്തപ്പോ, ഞാൻ ഒരു ഭയങ്കര ദൂർത്ത് കല്യാണത്തിൽ പങ്കെടുത്തു, ഒരു സ്റ്റാർ ഹോട്ടലിലാണ്. അവിടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു തോർത്ത് മുണ്ട് കൊടുത്തിട്ട് ഒരു മനുഷ്യൻ ഈ രാത്രി 12 മണിക്ക് എറണാകുളത്ത് നിന്ന് എന്നോട് എന്തെങ്കിലും പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കി അറിഞ്ഞാൽ അയാൾ ഒരു യാചകൻ എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു തോർത്ത് കൊടുത്തിട്ട് നമ്മളെ ഒരു വയനാട്ടിൽ നിന്നെല്ലാം വരുന്നില്ലേ, അതായത് ഇയാൾ ഒരിക്കലും ഒരു ബംഗാളിൽ നിന്ന് വന്ന ഒരാളല്ല. അപ്പൊ ഞാൻ ഇയാളിങ്ങനെ കണ്ടു. എനിക്ക് പൈസ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ 500 രൂപ എന്ന സമയത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അല്ല, എൻ്റെ ഇതില്ല, ചില്ലറിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് എടുത്തിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിട്ടിട്ട് പോയി. ഇങ്ങനെ കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറേ ആൾക്ക് കൊടുത്തിട്ടുണ്ട്, കൊടുക്കാണ്ടിരുന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ ഒരു ദൃശ്യം ഒരുപാട് ദിവസം എന്നെ ഹോണ്ട് ചെയ്യുകയും അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ പറയുന്ന പോലെ ഈ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് അപ്പോൾ നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ ജീവിതത്തെ കുറിച്ചിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു സായിറാമിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത്, സായിനാഥിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കടം വീട്ടാൻ വേണ്ടി കെട്ടിയ വീട്, കടം എടുത്തിട്ട് കെട്ടിയ വീട്, അതിൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ആ വീടിൻ്റെ കഴുക്കോല് പൊളിച്ചിട്ട്, ആ വീട് പൊളിച്ചിട്ട് അതിൻ്റെ കഴുക്കോല് വിറ്റിട്ട് കടം തീർക്കുന്ന അവസ്ഥ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ആൾക്കാർ വീട്ടിൽ നിന്ന് വെള്ളം ചോദിച്ചപ്പോൾ പുറത്തേക്ക് വരുന്നില്ല സ്ത്രീകൾ. നോക്കുമ്പോൾ അവർക്ക് ഡ്രസ്സില്ല. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വായിച്ചപ്പോഴാണ് ഞാൻ അതിന്റെ ഒരു പശ്ചാത്തലമൊക്കെ വെച്ചിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ ബിരിയാണി ജാതി അധിക്ഷേപം എന്ന് പറയുന്നത് അതൊക്കെ തീർന്നു. അതൊക്കെ അതെ. ഞാൻ ജാതി അധിക്ഷേപം ചെയ്തിട്ടൊന്നുമില്ല. ഞാനെല്ലാം ഏറ്റവും അടിസ്ഥാന വർഗത്തിന് വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അത് എൻ്റെ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് യാതൊരു തരത്തിലുള്ള ജാതി അധിക്ഷേപം എനിക്കില്ല. അങ്ങനത്തെ ഒരു സാധനം അത് എന്നാന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഞാൻ ഒരു സംഭവം വരുമ്പോൾ എൻ്റെ പന്തിഭോജനം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ പണ്ടാണെങ്കിൽ ജാതി, ഉയർന്ന ജാതി കീഴ്ജാതി എന്ന് പറഞ്ഞ 2 സംഭവമാണ്. പക്ഷെ ഇതിനകത്ത് നമ്മളിപ്പോൾ കീഴ്ജാതിക്കകത്ത് നല്ല സാമ്പത്തികമായ സ്വാശ്രയത്വവും അതുപോലെ തന്നെ അധികാരവും പണവും വരുമ്പോൾ ഇത്തരത്തിലുള്ള ജാതികളിൽ ഒരു വിഭാഗം ആൾക്കാർ ആ ജാതിയുടെ കൂടെ നിൽക്കാതെ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് സവർണന്മാരുമായിട്ട് ഒത്തുചേരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെ. അതാണ് ഈ ജാതിക്കകത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഈ കീഴ്ജാതികൾക്കറിയില്ല, കീഴ്ജാതി അങ്ങനെ പറഞ്ഞുകൂടാ, അതായത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതികൾക്ക് കീഴ്ജാതി എന്ന് പറഞ്ഞ ഇപ്പൊ വലിയ പ്രശ്നമാണ്. അതിപ്പോ അത് എല്ലാം ഹിസ്റ്റോറിക് മറ്റേ പൊളിറ്റിക്കൽ ഇതെന്നെല്ലാം മറ്റു വരും. അപ്പൊ ഈ ഒരു സാധനം ഉണ്ട്. അപ്പൊ ഈ ഒരു സംഭവം വരുമ്പോ അപ്പൊ ഈ ഒരു സാധനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പൊ പക്ഷെ അംബേദ്കർ അങ്ങനെയല്ല ചെയ്തത്. അംബേദ്കർ അദ്ദേഹത്തിന്റെ വളർച്ചക്കൊപ്പം തന്നെ ആ ജാതിയെ തൻ്റെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ട് ഒരിക്കലും ഹിന്ദു മതത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഈ എൻ്റെ ജാതിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് ഈ ജാതിയെ കൂട്ടിക്കൊണ്ടുപോയത്, അല്ലേ?
അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്ടർ ഒരു സ്ഥലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡോക്ടർ ആ സ്ഥലം വിട്ടു പോയല്ല വേണ്ടത്. നിങ്ങൾ ഒരുപാട് ചരിത്രം എടുത്ത് നോക്കുക, എത്ര ഡോക്ടർമാരുണ്ടായിട്ടുണ്ട്, അവരൊക്കെ എന്താണ് അവരുടെ അകത്തുള്ള ഈ പറയുന്ന പോലെ ആ മണ്ണിൽ അവരുടെ ജാതിക്ക് വേണ്ടിയിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന തൻ്റെ വംശത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു നിങ്ങൾ എടുത്തു നോക്ക്. അപ്പൊ ഇത് ചെയ്യണം, അവിടെ അവർ ചെയ്തിട്ട് അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം, അതാണ് ചെയ്യേണ്ടത്. ഈ ഒരു സാധനം പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുപോയി. ആ ഉദാഹരണമാണ് അതിപ്പോ ഞാൻ എന്താണ് ഇല്ല, ഇനി ഞങ്ങള് സുഹൃത്തുക്കളായി, ഞങ്ങൾ പണ്ടേ സുഹൃത്തുക്കളാണ്. അത് അവൻ തെറ്റിദ്ധരിച്ചു, അത് തെറ്റിദ്ധരിച്ചതിന്റെ മുകളിൽ ആ കേസും സാധനങ്ങളൊന്നും അങ്ങനെ മറ്റേ ഒരു ഇതൊന്നും ഒരു ഡിഫോമേഷൻ കേസിൽ പോലും നിൽക്കില്ല. അത് ദളിത് അട്രോസിറ്റീസ് അല്ല. പിന്നെ അവർക്ക് ഒരുപാട് പ്രിവിലേജസ് ഉള്ളത് കൊണ്ട് ഫസ്റ്റ് അറസ്റ്റ് വരണം, അങ്ങനെ അറസ്റ്റ് വരണമൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് റിമാൻഡ് ആയിട്ടില്ല, മുൻകൂർ ജാമ്യം എടുത്തു. ഒരു ചോദ്യം, ഈ ഇപ്പൊ 35 വർഷത്തെ എഴുത്ത് താങ്കളെ വേറൊരു തലത്തിലേക്ക്, താങ്കൾ തുടങ്ങുന്ന സന്തോഷമല്ല ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന സന്തോഷം. ഈ മതം, ജാതി ഇപ്പൊ ഏറ്റവും ശക്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേര് പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് മതവും ജാതിയും ജാതി ചിന്തകളും. നിങ്ങളെപ്പോലുള്ള ആളുകളെ കുറെ എഴുതി, എന്താണ് അൾട്ടിമേറ്റ് റിസൾട്ട്, എങ്ങനെ വീക്ഷിക്കുന്നു അതിനെ? ഈ ജാതിയും മതവും ഇതിപ്പോ നമ്മൾ എഴുത്ത് എന്ന് പറയുമ്പോൾ എഴുത്ത് ഒരു വഴികാട്ടി മാത്രമാണ്. എഴുത്ത് ഒരിക്കലും എന്തല്ല, ഒരു സൊല്യൂഷൻ അല്ല. ഒരു സൊല്യൂഷൻ അല്ല എഴുത്ത് ഒരു മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും എഴുത്ത് ഒന്നിൻ്റെയും ലക്ഷ്യമോ സൊല്യൂഷനോ അല്ല. അങ്ങനെയാണെങ്കിൽ മഹാഭാരതം വന്നതിന് ശേഷം ഇവിടെ യുദ്ധം ഉണ്ടാകാൻ പാടില്ല, അല്ലെ? യേശു ക്രിസ്തു ഉണ്ടായതിനു ശേഷം ഇതുണ്ടാകാൻ വേണ്ടി പാടില്ല. പ്രവാചകന്മാരുള്ള ശേഷം ഇവിടെ ദാരിദ്ര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഒരു ഖലീഫമാര് ഇഷ്ടം പോലെ ഉണ്ടായി, അങ്ങനെയാണ് ദാരിദ്ര്യം ഉണ്ടാകാൻ പാടില്ല, ഇല്ല. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് നിരന്തരമായിട്ട് ഈ നെഗറ്റീവ് സാധനങ്ങൾ വരുമ്പോൾ അതിന് പോസിറ്റിവിറ്റി കൊടുത്തിട്ട് അതിനെ എപ്പോഴും റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം മാത്രമാണ് യഥാർത്ഥത്തിൽ എഴുത്ത് എന്ന് പറയുന്നത്. പഴയ കാലത്ത് എഴുത്തുകാർ ഭയങ്കര നട്ടലുള്ളവരാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവര് കൃത്യമായിട്ട് സമൂഹത്തിലെ ഏത് അനീതിക്കെതിരെയും അവർ പരസ്യമായി പ്രതികരിക്കും. അത് എഴുത്തിലൂടെയും പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാം പ്രതികരിക്കും. പുതിയ കാലം നൽകുന്ന എഴുത്തുകാർ പക്ഷം പിടിക്കുന്നവരാണ് എന്ന്, പക്ഷം പിടിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷം പിടിക്കുന്ന ആൾക്കാർ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ പലസ്തീനിൽ നോക്കൂ, പലസ്തീനിൽ എത്ര എഴുത്തുകാർ മരിച്ചു? പലസ്തീനിൽ എത്ര എഴുത്തുകാർ മരിച്ചു? എല്ലാം കൂടി വീണ് തകരുന്ന സമയത്ത് ഈ മണ്ണിൽ നിന്ന് ഞാൻ വിട്ടു പോകില്ല എന്ന് പറഞ്ഞ് മരണത്തിന് കീഴടങ്ങിയ എഴുത്തുകാരുണ്ട്. ലിസ്റ്റ് എടുത്ത് നോക്ക്. അതുപോലെ എത്ര പത്രക്കാർ മരിച്ചു അവിടെ. അപ്പൊ അവിടെ നടക്കുന്ന പത്രപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അതായത് രാജ്യത്തിന്റെ കേരളം ഉൾപ്പെടെ നമുക്ക് എടുക്കാം. കേരളത്തിൽ ഇപ്പൊ മാതൃഭൂമിയുടെ ഇത് നടന്നല്ലോ കോഴിക്കോട്. അപ്പൊ ഞാൻ അതിനകത്ത് ഒരു സെഷനിൽ, അപ്പൊ സക്കറിയ പറയുന്നുണ്ട്, സക്കറിയ ഒരു സെഷനിൽ ഒരു കുട്ടി ചോദിക്കുന്നു, ഒരു വിഷയത്തെ കുറിച്ച് സക്കറിയ പറയുന്നുണ്ട്, എനിക്ക് അതേക്കുറിച്ച് പറയാൻ ഭയമാണെന്ന് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ചോദിക്കുന്നു, നിങ്ങൾ ഭയന്നാൽ ആരിത് പറയും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യോത്തരത്തിന് ഞാൻ ദൃക്സാക്ഷിയാണ്. അപ്പം ഈ എഴുത്തുകാർ പോലും ഉൾവലിയുന്ന, രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രതികരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ്? അതിന് പൂർണ്ണമായിട്ടും എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവാം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു പാർട്ടിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, ഒരു സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറേപാട് ബെനിഫിറ്റുകൾ കിട്ടും എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഞാൻ അതിൽപ്പെട്ട ഒരാളല്ല. ഞാൻ ഒരു തരത്തിലുള്ള ഒരു പാർട്ടീൻ്റെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടോ ആഗ്രഹിച്ചില്ല അതിലേക്ക് പോകുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെയല്ല. അപ്പോൾ നാളെ ഒരാള് നമ്മൾ വിളിച്ചിട്ട് ഒരു സ്ഥാനത്ത് കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇരിക്കുമായിരിക്കും. അത് ഒരിക്കലും ഞാൻ പോയിട്ട് അതിൽ നിന്ന് മനഃപൂർവ്വം ഞാൻ അങ്ങനെയുള്ള അവിടത്തേക്ക് എത്താനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് വരുന്ന ഒരാളായിരിക്കില്ല ഒരിക്കലും. മനസ്സിലായി? ഒരു ചോദ്യം, ഇപ്പം പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ എങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ല, ഒരു എഴുത്തുകാരൻ ഒരു ഉപജീവന മാർഗമാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? എഴുത്ത് ഈ പറയുന്ന പോലെ, ഞാൻ എഴുത്ത് എന്ന് പറഞ്ഞൊരു സംഭവം എഴുതി ജീവിക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളാണ് ഞാൻ. പിന്നെയാണ് എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. എഴുത്ത് തന്നെയാണ് എൻ്റെ ഇത്. അപ്പോൾ നമ്മൾക്ക് എഴുത്ത് ഉപജീവനമാണെന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി എടുക്കുമ്പോൾ നിങ്ങൾ ഒന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പോലെ നിങ്ങൾ
ഒരു ക്ലറിക്കൽ ജോലി അല്ലെ, ഒരു ക്ലർക്കിന്റെ ജോലി, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മറ്റേ എന്താണ് വില്ലേജ് ഓഫീസറുടെ പണി. ഈ വില്ലേജ് ഓഫീസറുടെ പണി നിങ്ങൾക്ക് ഉപജീവന മാർഗമാണോ? അതൊരു ഉപജീവന മാർഗമാണ്, അതൊരു പണിയാണ്. പക്ഷെ അതേസമയം പണിയാണ്, അതേസമയത്ത് നിങ്ങൾക്ക് അവിടെ ഉത്തരവാദിത്വം ഇല്ലേ? ആ ഉത്തരവാദിത്വം ഒന്നും നിങ്ങൾ ചെയ്തു കൊടുക്കാതെ നിങ്ങൾ ഈ പണി എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു സ്ഥലത്ത് പോയി ഞാൻ പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുക പറഞ്ഞാൽ അല്ലെങ്കിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനൊരു കഥ ഞാൻ ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥ എഴുതുന്നു. ഇവിടെ ഇല്ലവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വലിയ ഒരു അന്തരത്തിന്റെ കഥയാണത് അല്ലേ. അതായത് ഫുഡ് വേസ്റ്റ് ആക്കി പോകുന്നതിൻ്റെ ഒരു കഥയാണ്. ഈ കഥ നേരെ വന്നിട്ട് ഇത് DC എടുത്തിട്ട് പ്രസിദ്ധീകരിച്ചിട്ട് എനിക്ക് റോയൽറ്റി തരുന്നുണ്ടെങ്കിൽ ആ റോയൽറ്റി ഞാൻ വാങ്ങുന്നു. അപ്പൊ ഇത് ഉപജീവനമാണോ എന്ന് വെച്ചാൽ, പക്ഷെ ഞാൻ ഇതിനു വേണ്ടി ആ റോയൽറ്റിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇത് എഴുതുന്നത്. റോയൽറ്റി എന്റെ പിറകെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏതിലും വേണം, അത് ഏതിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗവൺമെന്റ് ജോലിയിൽ നിന്നും നിങ്ങളൊരു ഡോക്ടർ ആകുമ്പോഴോ എഞ്ചിനീയർ ആകുമ്പോഴോ എല്ലാം തന്നെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്റെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. ശമ്പളം പിറകെ വരുന്നതാണ്. നിങ്ങൾക്ക് ഒത്തിരി പുരസ്കാരങ്ങളൊക്കെ തേടി വന്നിട്ടുണ്ട്. ഈ എഴുത്ത് പുരസ്കാരം, എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു തലത്തിലേക്ക് ഉയർന്നു. നമ്മൾ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നൊക്കെ തോന്നുന്ന കുറേ ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനോടും നെഗറ്റീവായി പ്രതികരിക്കുക, ഞാൻ എല്ലാം തികഞ്ഞനാണെന്ന് തോന്നുന്നത് പല പല കാറ്റഗറിയിൽ നമ്മൾ ആളുകൾ കണ്ടിട്ടുണ്ട്. പ്രതികരിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മുന്നിൽ നിന്ന് ഒരിക്കൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും എൻ്റെ ഒരു പ്രിയ സുഹൃത്തായ ഒരു കോൺഗ്രസ് നേതാവും, കാരണം തലശ്ശേരി പേൾവി റിജൻസിയ രംഗം, അപ്പോൾ പുനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദിനേശൻ കരിപ്പള്ളി മാതൃഭൂമിയുടെ ഇവർ രണ്ടുപേരും ഇരിക്കുന്നിടത്ത് മമ്പറം ദിവാരൻ കോൺഗ്രസ് നേതാവ് വരും. അപ്പം ഞാൻ ഇപ്പോൾ ഒരാൾ മമ്പറം ദിവാരനെ പരിചയപ്പെടുത്താണ്. ഇത് DCC പ്രസിഡന്റ്, ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ പ്രസിഡന്റാണ്, DCCയുടെ ജനറൽ സെക്രട്ടറിയാണ് മമ്പറം ദിവാരൻ. അദ്ദേഹം കൈ കൊടുക്കാതെ പറയുന്നത്, എനിക്ക് ഈ രാഷ്ട്രീയക്കാരും വെറും യൂസ്ലെസ് എന്ന് പറഞ്ഞിട്ട് അവരെ തള്ളിപ്പറയുന്ന ഒരു രംഗത്തിന് ഞാൻ ദൃസാക്ഷിയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ മേലെയാണെന്ന് കരുതുന്ന എഴുത്തുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം അത്തരം കാര്യങ്ങളിലൊക്കെ? എഴുത്തുകാരങ്ങനെ എല്ലാവരിലും മേലെയാണോ? എഴുത്തുകാരൻ ഒരിക്കലും എല്ലാവരുടെ മേലെയൊന്നുമല്ല. എങ്ങനെയാണ് എഴുത്തുകാരൻ? എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം തോന്നിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെയും ഈ ലോകത്തെയും വളരെ ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലൂടെ കാണേണ്ട ഒരു വ്യക്തിയാണ്. കാരണം വെച്ചാൽ എൻ്റെ ഒരു ആസ് എ റൈറ്റർ എന്നുള്ള നിലയിൽ എൻ്റെ അസംസ്കൃത വസ്തുക്കൾ, മെറ്റീരിയൽസ് എന്താണ്? എൻ്റെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ കാണുന്ന ജീവിതാനുഭവങ്ങളാണ്, മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരോട് ഞാൻ നന്നായിട്ട് പെരുമാറിയിട്ടില്ലെങ്കിൽ പിന്നെ ആര് നന്നായിട്ട് പെരുമാറും? എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അവാർഡ് കിട്ടുന്നുണ്ട്, ഞാനിപ്പോൾ ഇവിടെ ഇതായി സന്തോഷിച്ചിരിക്കാൻ എന്ന് പറയുന്ന ഒരു ലേബലിൽ ഞാനിപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും എൻ്റെ വിഷയമേ അല്ല. ഇതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എനിക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റണം. ചാവുന്നവരെ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റണം. പിന്നെ അതിന് ബാക്കിയുള്ള ബെനിഫിറ്റൊക്കെ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം എനിക്ക് മാറിയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയാണ്. അല്ലാതെ ഞാൻ പോയിട്ട് മറ്റേ കട്ടിട്ടും പിടിച്ചു പറിച്ചിട്ടും കള്ളം പറഞ്ഞിട്ടും ഞാൻ ഉണ്ടാക്കിയതല്ല. ഇതെൻ്റെ സ്വന്തമായിട്ട് എൻ്റെ ശരി മാഷ്. പിന്നെ എൻ്റെ മെൻറ്റർ പോലുള്ള ഒരാളാണ്. കാരണം എൻ്റെ എഴുത്തിലേക്ക് ഒക്കെ എന്നെ ഭയങ്കര പ്രോത്സാഹിപ്പിക്കുകയും, സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ, എൻ്റെ പിതൃതുല്യനായ ഒരു മനുഷ്യനാണ്. പ്രഭാരം മാഷൊക്കെ ആയിട്ട് എന്താ വെച്ചാൽ എൻ്റെ എഴുത്തിനെ രൂപപ്പെടുത്താനുള്ള ഒരു എഴുത്തിൻ്റെ മാതൃകയൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് പ്രഭാരം മാഷിൽ നിന്നും സക്കറയെന്നും ബഷീറിനൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ഈ ബഷീറിനെ പോലെ സക്കറയൊക്കെ ഇപ്പോൾ ലൈവാണല്ലോ. പ്രഭാരം മാഷും ശശി മാഷും ആരോഗ്യപരമായി കുറെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും അവരും ലൈവാണ്. രണ്ടുപേരും അല്ല, ഏത് സമയത്തും അവരൊക്കെ എഴുതിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ എഴുത്തിലൂടെ അവരുടെ ജീവിതത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയ ആൾക്കാരാണ്. അവർ ഒരു തരത്തിലുള്ള ഈ പറയുന്ന പോലെ അധികാരത്തിന്റെ പുറകിൽ പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രഭാരമാഷം മകൻ ഒരു മാധ്യമപ്രവർത്തനാണ്, തലശ്ശേരി കറണ്ട് ബുക്സിന്റെ വരാന്തകളിൽ സ്ഥിരമായി കണ്ടു. പിന്നെ അവരൊക്കെ എന്തുമാത്രം വലിയ വൊറേഷ്യസ് റീഡറാണ്, എന്തുമാത്രം വലിയ കഴിവുള്ള ആൾക്കാരാണ്. അവരൊക്കെയാണ് നമ്മളുടെ ഇത്. കാരണം അവരൊന്നും ഈ രീതിയിലുള്ള അഹങ്കാരമോ ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് അഹങ്കാരം കാണിക്കുന്നത്? അവരൊക്കെ നമ്മുടെ മാതൃകകളാണ്. ഈ എഴുത്തിന്റെ ഒരു ഭാവി, വായനയുടെ ഒരു ഭാവി ആധുനിക കാലഘട്ടത്തിൽ, കാരണം ആളുകൾ ഒരു പുസ്തകം എടുത്തിരുന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ അതിന് എത്ര കാലം എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയുന്നത്?
അത് ഈ മനുഷ്യനുള്ളിടത്തോളം കാലം എഴുത്തുണ്ടാവും. ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ജീൻ ക്ലോഡും അതുപോലെ ഈ പറഞ്ഞ പോലെ ഉമ്പോട്ടേപ്പും എക്കോ തമ്മിലുള്ള വിഷയമുണ്ട്. പണ്ട് നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മഷിക്കുപ്പി, ഒരു പെന്ന്, ഹീറോ പെന്ന്, ഒരു പേപ്പർ, ഒരു ബോർഡ്, എഴുതാനുള്ള ഒരു സൗകര്യം. ഇത് ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇപ്പം വൈക്കം മുഹമ്മദ് മാംഗോസ്റ്റിൻ മാവിന്റെ താഴെ ഇരുന്ന് ആ മരക്കസേരയിൽ ചാരി കസേരയിൽ ഇരുന്ന് എഴുതുന്ന വീടി വലിച്ചിരുന്ന് ഈ സാധനം ഒന്നും വേണ്ട എഴുതാൻ. ഒന്നും വേണ്ട. അല്ലെങ്കിൽ ബഷീറിനും ഈ മാംഗോസ്റ്റിനും ചവിട്ടൊന്നും വേണ്ടിയിരുന്നു. ഇത് അവിടെ കൊണ്ടുവന്നിട്ട് കുറെ പത്രക്കാരും മറ്റാൾക്കാരും ഒക്കെയാണ് ഇയാള് മറ്റേ ഇതിന്റെ ഇടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ എഴുതാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. ബഷീർ ഇതല്ലാതെ വേറെ എവിടെയെല്ലാം ഇരുന്നിട്ട് എഴുതി, ബുക്ക് സ്റ്റാളിൽ ഇരുന്നിട്ട് എഴുതിയിട്ടുണ്ട് പല സ്ഥലത്തും. എപ്പോഴും 24 മണിക്കൂർ മാംഗോസ്റ്റിന്റെ അടിയിൽ. മാംഗോസ്റ്റിൻ വലിയൊരു മരമായിട്ടൊന്നും എനിക്ക് തോന്നി. അതങ്ങനെ അത് ബഷീറിന്റെ കൂടെ തന്നെ വളർന്ന ഒരു മരമാണ് എന്ത് മാംഗോസ്റ്റിൻ. എഴുത്ത് ഏത് കാലഘട്ടം തന്നെ. അല്ല ഞാൻ നോക്കട്ടെ, നമ്മളിപ്പോ ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ ഇത്രയും ഡിജിറ്റൽ മാധ്യമങ്ങളും കാര്യങ്ങളും വന്നു. ഇതിൽ പറഞ്ഞൊരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ അതായത് നിങ്ങളിപ്പോ ഈ ഡിജിറ്റൽ മാധ്യമത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയാസിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഈ സോഷ്യൽ മീഡിയാസിൽ എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ എന്തിനാണ് അവരുടെ പുസ്തകത്തിലേക്ക് അവരുടെ ഇത് പുസ്തകമാക്കുന്നത് എന്തിനാണ്? അപ്പൊ പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ ഒരു മണം, അതിന്റെ സംഭവങ്ങളെല്ലാം നമുക്കുണ്ട്. ഇതിപ്പോ ചിലപ്പോൾ പത്രങ്ങളും മറ്റെല്ലാം അതിന്റെ ഒരു സർക്കുലേഷനൊക്കെ ഇടിഞ്ഞു പോകുമായിരിക്കും. പക്ഷെ പുസ്തകം എന്ന് പറയുന്ന സാധനത്തിന് ഒരിക്കലും അങ്ങനെ ഒരു സാധനം പോവില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഞാൻ ഇങ്ങനെ ഇതിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. കറണ്ട് പോയി കഴിഞ്ഞാൽ, ചാർജ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ പുസ്തകം എനിക്ക് എപ്പോഴും കൊണ്ടുപോകും. താങ്കളിലേക്ക് വ്യക്തിഗതത്തിലേക്ക് കൂടുതൽ കടന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ജീവിത പങ്കാളിയൊക്കെ എവിടുന്ന് കണ്ടെത്തി? എങ്ങനെയാണ്? ജീവിതക്കാർക്കൊക്കെ കുറെ പ്രണയങ്ങൾ ഉണ്ടാവുന്നതാണ്. കുറെ പ്രണയം ഉണ്ടായിരുന്നു. പ്രണയമൊക്കെ ഇഷ്ടപോലെ 3-4 ഉണ്ടായിരുന്നു. അല്ലല്ല, പ്രണയങ്ങളൊക്കെ തകർന്ന് പഞ്ചറായി. പ്രണയം തകർന്നിട്ട് അതിൽ നിന്ന് പ്രണയം തകർന്ന ആൾക്കാർ മാത്രമേ ലോകത്ത് രക്ഷപ്പെട്ടിട്ടുള്ളൂ. താങ്കൾ പ്രണയം തകർന്ന ആളാണോ? അതൊരു കഥ തന്നെ. കറുപ്പ് എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഞാൻ കുറെ ആളെ പ്രണയിക്കുന്നുണ്ട്. എന്റെ പുസ്തകം, ഞാനൊരു പുസ്തകം എഴുതിയ കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. എന്റെ ഒരു പുസ്തകമുണ്ട്, ആ താലിമാല തേടി ആരും വന്നില്ല എന്നാണ്. അത് ജസ്റ്റ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എഴുതുന്ന ഇപ്പോഴാണ്. കഴിഞ്ഞ 2025 ജൂൺ 17 ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. നമ്മുടെ സ്പീക്കർ AN ഷംസീറാണ് ആ പുസ്തകത്തിന്റെ പ്രകാശനം നടത്തിയത്. ഏറ്റുവാങ്ങിയത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമല. 40 പുസ്തകം എഴുതിയ ആളാണ് അദ്ദേഹം. ശശി തരൂര് വിശ്വപൗരന് അങ്ങോട്ട് വിശേഷിപ്പിച്ച ആളാണ്. അദ്ദേഹമാണ് അത് ഏറ്റുവാങ്ങിയത്. രണ്ടാമത്തെ പതിപ്പ് ജോൺ ബട്ടാസ് MP ആണ്. അത് 1 മാസം 15 ദിവസം കൊണ്ട് തന്നെ ആദ്യ പതിപ്പ് തീർന്നു. രണ്ടാമത്തെ പതിപ്പ് ജോൺ ബട്ടാസ് MP ആണ് പ്രകാശനം. നമ്മുടെ മേയർ മുസ്ലിം മഠത്തിലാണ് ഏറ്റുവാങ്ങിയത്. ആ പുസ്തകത്തിലെ കറുപ്പ് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. അതിനകത്ത് ഞാൻ കുറേ ആളെ പ്രേമിക്കുന്നത്, ഒരാൾ പോലും എന്നെ തിരിച്ചു പ്രേമിച്ചിട്ടില്ല. എൻ്റെ ഒരു സങ്കടമാണത്. ഞാൻ ഇപ്പോഴും അതേക്കുറിച്ച് സങ്കടപ്പെടുന്ന ഒരാളാണ്. ഞാൻ മാത്രം അങ്ങോട്ട് പ്രേമിക്കുക. അല്ല, ഞാൻ അങ്ങോട്ട് പ്രേമം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് പ്രേമം പറയാൻ വേണ്ടി ഭയങ്കര പേടിയും ഈഗോ ആണ്. അപ്പൊ കുറെ 2-3 പെൺപിള്ളേർ എന്നോട് ഇങ്ങോട്ട് പ്രേമം പറഞ്ഞ് ഇതാക്കി അവസാനം അവരെന്നെ എന്നെ തേച്ചിട്ട് പോയി. അപ്പൊ നമ്മളതിൽ പ്രണയം അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്. പ്രണയം എന്ന് പറഞ്ഞ ഒരിക്കലും വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീർന്നു പണി. പ്രണയിക്കാൻ മാത്രമുള്ള ജീവിത പങ്കാളിയെ കണ്ടു, ഒറ്റ ദിവസം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരേ ദിവസം. അതെന്റെ 2 ഫ്രണ്ട്സിന്റെ ഇതായിരുന്നു. അവരന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കണ്ട് അന്ന് തന്നെ ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒരു 4-5 മാസം പ്രണയിച്ചിട്ട് ഞാൻ അവളെയാണ് കല്യാണം കഴിച്ചത്. അവള് ഇപ്പോ ഇവിടെ കേരള കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ. ഞാനില്ല, ഞാൻ മറ്റേ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷായിരുന്നു. ഞാനത് റിസൈൻ ചെയ്തിട്ട്, പിന്നെ മാത്രമല്ല അത് എയ്ഡഡ് സ്കൂളല്ലേ, അപ്പൊ എനിക്ക് മാറ്റങ്ങളൊന്നും കിട്ടൂല്ലോ, അവിടെ തന്നെ അല്ലേ. അപ്പൊ ഞാനിപ്പോ എന്റെ ഫാമിലിയൊക്കെ സെറ്റിൽ ആയി ഇരിക്കുന്നത് ഇവിടെയാണ്, തൃശ്ശൂരാണ്. തൃശ്ശൂരിലേക്ക് പിന്നെ സിനിമയിൽ ഞാൻ കുറെ വർക്ക് ചെയ്തു. അപ്പൊ സിനിമയായാലും വന്നു. അപ്പോൾ സിനിമയിൽ ഞാൻ സജീവമായി. അപ്പോൾ എറണാകുളത്ത് ഒക്കെയാണ് ഞാൻ. അപ്പോൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ലീവ് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അപ്പോഴേക്കും അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഡിസ്കഷനും അതെല്ലാമായി. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന് അപ്പോൾ ഞാൻ അവന് ക്ലെയിം ചെയ്ത് കൊടുത്തിട്ട്, അതവിടെ പൈസ മേടിച്ചിട്ട് കിട്ടിയ സ്കൂളല്ല, അത് മെറിറ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് ക്ലെയിം എഴുതി കൊടുത്തിട്ട് കുട്ടികളൊക്കെ, എൻ്റെ ഒരു മോനുണ്ട്, അവൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, സെക്കൻഡ് ഇയർ. പുതിയ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബറിൽ എൻ്റെ ഫസ്റ്റ് നോവൽ വരും. ചെറുകഥകളാണ് എൻ്റെ ഫസ്റ്റ് നോവൽ. ഞാനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ സന്തോഷ് കുമാർ, ഹരീഷ്, ഉണ്ണി, മറ്റേ ബെന്യാമിൻ്റെ കൂട്ടത്തിൽ നോവൽ എഴുതാത്ത ഒരാൾ.
കഥയിൽ മാത്രം നിന്ന് പഠിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് നോവൽ ഡിസംബറിൽ വരും. സിനിമയുടെ കാലം എങ്ങനെയുണ്ട്? എഴുത്ത് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, സിനിമാ ലോകം എങ്ങനെയുണ്ട്? അല്ല, സിനിമയിലേക്ക് ഞാനിങ്ങനെ എഴുത്തിൽ മാത്രം നിന്ന ഒരാളാണ്. പിന്നെ യാദൃശ്യം പിന്നെ ഞാൻ സീരിയൽസാണ് എഴുതാൻ തുടങ്ങി. ഞാനും പറഞ്ഞില്ല, ഞാൻ എഴുതിയിട്ട് ജീവിക്കുന്നുണ്ട് പോയത്. അന്ന് എനിക്ക് ജോലിയില്ല, ടെമ്പററി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എഴുതി ജീവിക്കുന്നുണ്ട് പോയപ്പോഴാണ് ഇതിൻ്റെ പ്രതിസന്ധി എനിക്ക് മനസ്സിലായത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എഴുതിയിട്ട് എങ്ങനെ ജീവിക്കാനാണ്? കാരണം ഈ ആകെ ഈ ഒരു 1000 കോപ്പിയോ അല്ലെങ്കിൽ 2000 കോപ്പിയോ വിറ്റ് പോകുമ്പോൾ നമുക്കൊരു കുടുംബമോ മറ്റു സാധനമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എഴുതി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുസ്തകം മാത്രം എഴുതി ജീവിക്കാനുള്ള സാഹചര്യം ഇന്ന് മലയാളത്തിലുണ്ട്. ഇന്ന് ഒരാളുടെ പുസ്തകം, ഇപ്പോൾ രാജശ്രീയുടെ പുസ്തകമാണെങ്കിലും 35,000 കോപ്പിയാണ് വിറ്റ് പോകുന്നത്. 35,000 കോപ്പിയും പിന്നെ 40,000 കോപ്പിയും 50,000 കോപ്പിയും ഒക്കെ വിറ്റ് പോകുന്നൊരു സാഹചര്യം ഇന്നുണ്ട്. പിന്നെ മറ്റേ പൾപ്പ് ഫിക്ഷൻസ് ഈ പറഞ്ഞ 3 ലക്ഷം കോപ്പി മറ്റേ അവന്റെ പയ്യന്റെ പുസ്തകം വിറ്റുപോയി. കൊണ്ടുനടന്ന് വിറ്റൊന്നുമല്ല, രണ്ടാമത് ഭയങ്കരമായിട്ട് ആദ്യം കൊണ്ടുനടന്ന് വിറ്റായിരുന്നു. രണ്ടാമത് അത് ഭയങ്കര ഇതായില്ലേ, ആനന്ദിയും കെയർ ഓഫ് റാം കെയർ ഓഫ് ആനന്ദി, അതൊരു പൾപ്പ് ഫിക്ഷനാണ്. പക്ഷെ അങ്ങനെ വായിക്കുന്ന ഒരു സമൂഹം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിൽ 20% ആൾക്കാർ സീരിയസ് ആയിട്ട് റീഡ് ചെയ്യില്ലെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ രാജശ്രീനെ പോലുള്ള ഒരാളുടെ പുസ്തകം 35 എഡീഷൻ പോവാണ്, 35,000 കോപ്പി. അത് എളുപ്പമല്ല. അപ്പോൾ ഷാജിയുടെ പുസ്തകം 25,000 കോപ്പി. അപ്പൊ ഇങ്ങനെ ഒരു 25-30 ഒക്കെ സാധാരണ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ. പിന്നെ ഒരാൾക്ക് ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം റുപ്യെങ്കിലും ഒരു മാസം കിട്ടുന്ന രീതിയിൽ മാറും, സാധനം മാറും. അപ്പൊ അത് അവർക്ക് പിന്നീടും അത് എഴുതാനുള്ള പ്രചോദനം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പം അന്ന് അങ്ങനത്തെ സാഹചര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ സീരിയലിലേക്ക് പോയി. സീരിയൽ റൈറ്റിങ്ങിലേക്കാണ് വന്ന് വീണത്. അങ്ങനെ ഞാൻ 8 മെഗാ സീരിയൽസ് എഴുതി, 8 വർഷം, 8-9 എഴുതി. ഒരു 4-5 സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അപ്പൊ അന്ന് അതിൽ നിന്ന് നല്ല കാശ് കിട്ടും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് മടുത്ത്, വിഷ്വൽ ഒരു സാധ്യതയൊന്നുമില്ല ഇങ്ങനെ ഈ ഡയലോഗ് എഴുതൽ എനിക്ക് മടുത്ത് കഴിഞ്ഞപ്പോൾ ആണ് ഞാൻ പിന്നെ നിദ്ര എന്ന് പറഞ്ഞ പടത്തിലേക്ക് വരുന്നത്. മറ്റേ നമ്മുടെ ഭാരതം ചെയ്ത പടം തന്നെ റീമേക്ക്, വേറൊരു രീതിയിൽ റീമേക്ക് ചെയ്തു. പിന്നെ ബാച്ചലർ പാർട്ടി ചെയ്തു അമൽ നീരജിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ എൻ്റെ ജോലി, എനിക്ക് രണ്ടാമത് ജോലി കയറിയപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ വേറെ ദുർഗ സെക്കൻഡറി സ്കൂളിൽ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോഴേക്കും എനിക്ക് റിസൈൻ ചെയ്തിട്ട് സമയത്തും വലിയ റിസ്ക് എടുത്തിട്ട് തന്നെ റിസ്ക് ചെയ്തത്. എല്ലാം എൻ്റെ ഭാര്യയും അപ്പോൾ പെർമനന്റ് ആയിരുന്നില്ല, പെർമനന്റ് ആവാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞത് എങ്ങോട്ട് പോകും, വീട്ടുകാരൊക്കെ എല്ലാവരും തെറി പറയാൻ തുടങ്ങി. പിന്നെ നമ്മൾക്ക് പണ്ടേ ഒരു സ്വഭാവമുണ്ട്, ഒരു തീരുമാനം അത് എൻ്റെ തീരുമാനമാണ്, അതിൽ നടപ്പിലാക്കും. അതെല്ലാം ഞാൻ നോക്കാം. അത് അങ്ങനെ തന്നെ ഞാൻ പോയിട്ടുള്ളത്. പിന്നെ അതിൽ നിന്ന് മാറേണ്ട കാര്യമില്ല. ഒത്തിരി നന്ദി. പ്രേക്ഷകർക്കും സന്തോഷം. ആയിക്കോട്ടെ.